വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തകരപ്പറമ്പ് ചിത്ര ഹോമിന് പുറകുവശത്ത് മാലിന്യക്കൂമ്പാരത്തിനിടയിൽ നിന്നാണ് കാണാതായി 3-ാം ദിവസം മൃതദേഹം പൊങ്ങിയത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയ പ്രദേശം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, 46 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ 3-ാം ദിവസം മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇനി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാകേണ്ടതുണ്ട്. ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടി നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ജില്ലാ കളക്ടർ, DCP, മേയർ തുടങ്ങി പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മോർച്ചറിയിലുണ്ട്. ഇനി ഈ നടപടികൾ പൂർത്തിയാക്കി മാരായമുട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് 3 ദിവസത്തെ തിരച്ചിൽ. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. കോർപ്പറേഷന്റെ തന്നെ കണ്ടിജന്റ് ജീവനക്കാരായ 2 പേരാണ് ഈ മൃതദേഹം തകരപ്പറമ്പിന് സമീപം കണ്ടെത്തിയത്. ശ്രീചിത്ര ഹോമിന് പുറകിലായി മൃതദേഹം കാണുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേയുടെ ടണലിലായിരുന്നു പരിശോധന നടത്തിയത്. അവിടെ ഇന്ത്യൻ നേവി തന്നെ ഈ മാലിന്യ കൂമ്പാരം ഉയർത്തിയ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലിന് നേവി തന്നെ വരേണ്ട ഒരു സാഹചര്യം. തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരം എത്രമാത്രം ഭീകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് സൈന്യത്തിന്റെ സേവനം തന്നെ തേടേണ്ടി വന്നു എന്നതിലൂടെ വ്യക്തമാകുന്നത്. NDRFും അഗ്നിശമന സേനയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഏതാണ്ട് 40 മീറ്ററോളം ദൂരം പരിശോധിക്കാൻ പറ്റാതെ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതിനുള്ളിൽ വലിയ തടിക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കൂമ്പാരവും അതോടൊപ്പം തന്നെ ബെഡ് അടക്കമുള്ള കാര്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ ഇതെല്ലാം തന്നെ ഇതിനകത്ത് കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇത്രയും മാലിന്യം കുമിഞ്ഞുകൂടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ടണൽ ഇത്രകാലം ക്ലീനാക്കാതെ പോയത്, അല്ലെങ്കിൽ അത് ശുചീകരിക്കാതെ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ്. രാജഭരണകാലത്ത് ഉള്ള തോടാണ്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് കാലത്ത് ഈ റെയിൽവേ ലൈനുകൾ വരുന്നു. അപ്പോൾ തന്നെ ഉള്ള ടണലാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ടണലിനുള്ളിൽ ഇങ്ങനെ ശുചീകരണ പ്രവൃത്തി നടന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല. അതിനർത്ഥം ഇത്രയും കാലമായി അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യത്തിൽ വലിയൊരു ശതമാനവും ഒഴുകിപ്പോകാതെ അവിടെ തന്നെ തുടരുന്നു എന്നത് തന്നെയാണ്. തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിൽ അമരുന്നതിന് ഒരു ചെറിയ മഴ പെയ്താൽ പോലും തമ്പാനൂർ എന്തുകൊണ്ട് മുങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണം ഈ തമ്പാനൂരിലെ മാലിന്യ കൂന തന്നെയാണ്. ഈ മാലിന്യ കൂമ്പാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വം എല്ലാ ഏജൻസികൾക്കുമുണ്ട്. ഇത് റെയിൽവേയുടെ ടണലാണെങ്കിൽ തന്നെയും ആ മാലിന്യം എങ്ങനെ അവിടെ എത്തുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. റെയിൽവേയുടെ പ്രദേശത്തേക്ക് കയറുന്നതിന് മുൻപ് കമ്പിവേലി കെട്ടിയിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്, വലിയ തോതിൽ മാലിന്യം ഒഴുകി വരാതിരിക്കുന്നതിന് വേണ്ടി. എങ്കിൽ തന്നെയും അവിടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ, അതിനു മുൻപ് ഒഴുകി വരുന്ന മാലിന്യങ്ങൾ ഇതെല്ലാം തന്നെ വെള്ളത്തിലൂടെ റെയിൽവേയുടെ കോമ്പൗണ്ടിലേക്ക് എത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് എല്ലാ സർവീസുകളും പ്രധാനമായി കടന്നു പോകുന്ന സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്രകൾ, അവിടെ അവസാനിക്കുന്ന യാത്രകൾ, ആ ട്രെയിനുകളിൽ തുടർച്ചയായി വരുന്ന മാലിന്യങ്ങൾ, ഇത് റെയിൽവേക്ക് അതിനുള്ളിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ടെങ്കിൽ അത് കാണിച്ചു തരണമെന്നാണ് തിരുവനന്തപുരം മേയർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ട്രെയിനിൽ വരുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് കളയുന്നതിന് റെയിൽവേക്ക് ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ഉണ്ടോ? അങ്ങനെയെങ്കിൽ അത് കാണിച്ചു തരണം എന്നൊരു ആവശ്യം മേയർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും ആക്രി വ്യാപാരം നടത്തുന്ന ആളുകൾ അവിടെ ആളെ വെച്ച് അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ വേള റെയിൽവേ സ്റ്റേഷനിലടക്കം അങ്ങനെ കുറേയധികം മാലിന്യങ്ങൾ മാറ്റാൻ ഉള്ള ശ്രമങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മഴ സമയത്തൊക്കെ അവിടെ വരുമ്പോൾ അതിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ അപ്പോൾ അവിടെ ആരെങ്കിലും പെറുക്കി മാറ്റുന്നതിനുള്ള സാഹചര്യമോ അങ്ങനെ വേഗത്തിൽ ആ മാലിന്യത്തിന്റെ നീക്കമോ നടക്കാറില്ല. ഇങ്ങനെ കാലങ്ങളായി സംഭവിക്കുന്ന അല്ലെങ്കിൽ വന്നു വീഴുന്ന മാലിന്യങ്ങൾ ആ വെള്ളത്തിലൂടെ തന്നെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് എത്തുന്നു. അത് ഈ ടണലിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോയിയുടെ മൃതദേഹം തേടിയുള്ള ഈ തിരച്ചിൽ ആ മണിക്കൂറുകൾ നീണ്ടുപോയത്. ടണലിനുള്ളിൽ പൂർണ്ണതോതിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. 117 മീറ്റർ നീളമാണ് ഈ ടണലിനുള്ളത്. ഇന്ന് മൃതദേഹം കണ്ടത് തന്നെ സ്ലാബുകളില്ലാത്ത തുറന്ന പ്രദേശത്താണ് കാണാൻ കഴിഞ്ഞത്. അടിയന്തരമായി ചെയ്യേണ്ടത് ഈ ടണലിനുള്ളിലെ മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ്. നഗരസഭ പറയുന്നത് ഏപ്രിൽ 13 ആദ്യത്തെ കത്ത് റെയിൽവേക്ക് നൽകി, അതിനുശേഷം 2 കത്തുകൾ കൂടി നൽകി. മാലിന്യം നീക്കം ചെയ്യാത്ത സാഹചര്യത്തിൽ പിഴ ചുമത്തലെന്ന് കാട്ടി മറ്റൊരു കത്ത് കൂടി നൽകി. അവിടെയും അവസാനിക്കുന്നില്ല. റെയിൽവേ ഒരു കരാർ ഏർപ്പെടുത്തുന്നു, കരാറുകാരനെ കണ്ടെത്തുന്നു. ആ കരാറുകാരൻ 3 തൊഴിലാളികളെ ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറക്കുന്നു. അതിലൊരാളായിരുന്നു ജോയി. ഈ അപകടത്തിൽപ്പെട്ടതിന് ശേഷം തിരച്ചിൽ നടത്തുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് JCBയുടെ സഹായത്തോടെ വലയിൽ ടൺ കണക്കിന് മാലിന്യം അവിടെ നിന്ന് വലിച്ചു മാറ്റുന്നതാണ്. അതായത് അങ്ങനെ JCB ഉപയോഗിച്ച് അഗ്നിശമന സേനയുടെ ഏതാണ്ട് 20ഓളം ഉദ്യോഗസ്ഥർ അവിടെ പ്രയത്നിച്ച് ഈ മാലിന്യം
വലിയ തോതിൽ മാറ്റുമ്പോൾ അത് ശുചീകരിക്കാനായി അവിടെ ഇറക്കിയത് ആദ്യം മൺവെട്ടി മാത്രം നൽകി 3 സാധാരണ തൊഴിലാളികളെയാണ്. അവിടെയാണ് ഈ കബളിപ്പിക്കൽ, കണ്ണിൽ പൊടിയിടൽ, ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അതിനപ്പുറത്തേക്ക് റെയിൽവേയുടെ ഭൂമി കഴിഞ്ഞാലും മാലിന്യം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ശ്രീത്ര ഹോമിന് പുറകിൽ തന്നെ നമ്മൾ കണ്ടതാണ് മാലിന്യമുണ്ട്. അതെല്ലാം നഗരസഭയുടെ കീഴിൽ വരുന്നതാണ്. തകരപ്പറമ്പിൽ എത്രയോ വർഷങ്ങളായി മാലിന്യം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഈ മഴക്കാലത്ത്, ഈ കഴിഞ്ഞ 2 മഴക്കാലത്ത് കണ്ണമ്പൂലയിലോ അല്ലെങ്കിൽ ഗൗരീശപട്ടത്തോ സ്ഥിരമായി വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ വെള്ളം കയറിയില്ല. കുറച്ചുകൂടി കാര്യക്ഷമമായി നഗരസഭ ആ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നൊരു വസ്തുതയാണ്. പക്ഷേ തമ്പാനൂരിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ ടണലിനുള്ളിലെ മാലിന്യവുമാണ്. ഡെപ്യൂട്ടി മേയർ നമ്മളോട് പറഞ്ഞത് റെയിൽവേ അനുവദിക്കുമെങ്കിൽ ആ ടണലിനുള്ളിൽ ശുചീകരണം നടത്താൻ നഗരസഭ തയ്യാറാണ് എന്ന കാര്യമാണ്. ഇതുവരെയും റെയിൽവേ മറ്റാരെയും അവിടെ ക്ലീൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇറിഗേഷൻ വകുപ്പ് പറയുന്നത് ആ നിലയ്ക്കാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലയിലേക്ക് അത് നൽകുന്നില്ല. നഗരസഭ പറയുന്നത് അങ്ങനെയാണ്. നഗരസഭയെ ക്ലീൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല. റെയിൽവേ യഥാസമയം ഇത് വൃത്തിയാക്കുന്നുമില്ല. ഇത്തരമൊരു കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും തിരുവനന്തപുരം നഗരം രോഗത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കുക എന്ന ഒന്നാമത്തെ കാര്യമാണ്. അവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മാലിന്യം എത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമായും തദ്ദേശ സ്ഥാപനമാണ്, നഗരസഭയാണ്. നഗരസഭ അക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം. റെയിൽവേയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ചീഫ് സെക്രട്ടറി തന്നെ റെയിൽവേ ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെട്ട് ഉന്നത തലത്തിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. രോഗം പൊട്ടിപ്പുറപ്പെടാവുന്ന വലിയ ഭീകരമായ അവസ്ഥയിലാണ് ഈ തമ്പാനൂർ പരിസരമുള്ളത്. രോഗത്തിന്റെ ഉറവിടമായി കൂടി ഈ മാലിന്യക്കൂന മാറുകയാണ്. അശ്വതി, വിനോദ, എന്തായാലും 3 ദിവസം എടുത്തു എന്നുള്ളതാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി വന്നത്. അത്രയും മണിക്കൂറുകളാണ്. എത്രയോ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ഒരുപാട് നേരം ചെലവിട്ടു. പക്ഷേ ഇന്നിപ്പോൾ ജോയിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നത് തകരപ്പറമ്പിന് സമീപത്ത് നിന്നാണ്. ഈ തെരച്ചിൽ നടത്തിയ